സ്ലിം ആയിട്ടുള്ള മെലിഞ്ഞിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഉള്ളത് ജപ്പാനിലാണ്. ഇപ്പോഴും അതിലുണ്ടാവുക ചെറിയ ചെറിയ ബൗളുകളാണ്. ഈ ചെറിയ ചെറിയ ബൗളുകൾ അവർക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ടേബിളിലെ സ്റ്റാർ എപ്പോഴും ഫിഷ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ആരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ലോങ്ങിറ്റിവിറ്റി, അതായത് കൂടുതൽ വയസ്സ് ജീവിച്ചവരുടെ കാര്യം പറയുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യുന്നത് ജപ്പാൻകാരോടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ആരോഗ്യത്തിന്റെ കാര്യത്തിലും ലോങ്ങിറ്റിവിറ്റിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നിലുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. ഇന്ന് പല രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഒബീസിറ്റി, അതായത് അമിതവണ്ണം. എന്നാൽ അതിന്റെ കാര്യത്തിലും ജപ്പാൻ മറ്റ് ലോക രാജ്യങ്ങൾക്ക് മാതൃകയാണ്. വികസിത രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള മെലിഞ്ഞിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഉള്ളത് ജപ്പാനിലാണ്. എങ്ങനെയാ ജപ്പാൻകാർ ഇത്ര മെലിഞ്ഞിരിക്കുന്നത്? മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് അവിടെയുള്ളവര് ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കുന്നവരാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. എന്നാ പിന്നെ അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയോ അല്ല. അവരുടെ ലൈഫ് സ്റ്റൈല്, അതായത് അവരുടെ ജീവിത രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അവർക്ക് ഇത്രയും വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ആ രഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്കും നമ്മുടെ ജീവിത രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇങ്ങനെ മെലിഞ്ഞിരിക്കാൻ പറ്റും. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. അപ്പൊ നമുക്ക് ജപ്പാൻകാർക്കുള്ള ആ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തേത് ജെനറ്റിക്സ്. പാരമ്പര്യം അതൊരു ഘടകമാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് ജപ്പാൻകാർക്ക് കുറച്ച് മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്. അവരുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി ചെറിയ ബോഡി ഫ്രെയിം ഉള്ള ആൾക്കാരാണ് അവര്. ഹൈറ്റ് കുറവായിരിക്കും. ഈ പാരമ്പര്യം എന്നുള്ളത് ചെറിയ തോതിൽ അവരെ സഹായിക്കുന്നുണ്ട്. എന്നാൽ മുഴുവനും പാരമ്പര്യമല്ല. ഒരാളുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, ജീവിത ശൈലിയൊക്കെയാണ് ഒരാളെ അമിതവണ്ണം ഉണ്ടാക്കുന്നതും മെലിഞ്ഞിരിക്കാൻ സഹായിക്കുന്നതും. അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ മറ്റ് ആക്ടിവിറ്റീസുകൾ, അതായത് മറ്റു പ്രവർത്തനങ്ങൾ, ഇവയെല്ലാമാണ് അവരെ മെലിഞ്ഞിരിക്കാൻ സഹായിക്കുന്നത്. പാരമ്പര്യത്തെക്കാൾ ആ ജീവിത രീതിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യവും. അപ്പം അവ ഏതെല്ലാം എന്ന് നോക്കാം. രണ്ടാമത്തേതായിട്ട് പറയുന്നത് അവരുടെ ഭക്ഷണ രീതിയാണ്. ജപ്പാൻകാരുടെ ടേബിള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും അതിലുണ്ടാവുക ചെറിയ ചെറിയ ബൗളുകളാണ്. ഈ ചെറിയ ചെറിയ ബൗളുകൾ അവർക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ ചെറിയ ചെറിയ ബൗളുകളാവുമ്പോൾ അവരുടെ ഭക്ഷണത്തിന്റെ അളവ് കുറയും. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, അവർ സ്മാർട്ടായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതെന്താന്ന് വിശദീകരിച്ചു തരാം. അതായത് നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം എങ്ങനെയാന്ന് ചിന്തിക്കുക. ഒരു വലിയ പ്ലേറ്റ് എടുക്കൂലേ, അതില് ചോറുണ്ടാവും, കുറച്ച് ഉപ്പേരി, ഒരു പീസ് മീന്, കറി. ഇതല്ലേ നമ്മുടെ ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം. എന്നാൽ അവരുടെ ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. ഒരുപാട് ചെറിയ ചെറിയ പാത്രങ്ങൾ ഉണ്ടാവും. അതിൽ പല വെറൈറ്റീസ് ഫുഡ് ഉണ്ടാവും. ഒരുപാട് പച്ചക്കറികൾ ഉണ്ടാവും, മീൻ ഉണ്ടാവും, സൂപ്പ് ഉണ്ടാവും, സാലഡുകൾ ഉണ്ടാവും. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്ത തരം ഫുഡാണ് ഉണ്ടാവുക. എല്ലാം കൂടി ആകുമ്പോൾ കിട്ടുന്ന പോഷകങ്ങളുടെ അളവും കൂടുതലായിരിക്കും. അപ്പോൾ അളവ് കുറച്ചിട്ട് വളരെ പോഷക മൂല്യങ്ങൾ കൂടിയ ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത്. അതാണ് സ്മാർട്ടായിട്ട് കഴിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു പ്ലേറ്റിൽ തന്നെ ഭക്ഷണം വിളമ്പുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. എന്നാൽ പല ബൗളിലായിട്ടാണ് ഭക്ഷണമെങ്കിലോ അത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന വേഗത കുറയ്ക്കും. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് ആസ്വദിച്ച് പതുക്കെ പതുക്കെ കഴിക്കാൻ നോക്കും. ഈ പതുക്കെ പതുക്കെ കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ വിശപ്പ് മാറുകയും ചെയ്യും. ഭക്ഷണത്തിന്റെ അളവ് കൂടുകയുമില്ല. ഒരു ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, അതിന്റെ കൂടെ ഒരു കൊക്കക്കോള, ഇതിനേക്കാൾ കാലറി കുറവാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരുപാട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഡിഫറെന്റ് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു തൃപ്തി ഉണ്ടാവും. ഒരു ക്വാണ്ടിറ്റി കുറവാണ്, അതായത് അളവ് കുറവാണെന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊരു ചെറിയ ബൗളാണെങ്കിലും അത് ഫുള്ള് കഴിക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവും. വലിയ പ്ലേറ്റ് ആണെങ്കിൽ കുറേ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ പ്ലേറ്റ് കാലിയാവുള്ളൂ. അപ്പോൾ ഭക്ഷണത്തിന്റെ അളവ് ഓട്ടോമാറ്റിക്കലായിട്ട് കൂടും. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ കൂടുതലും കഴിക്കുന്നത് ഫിഷ് ആണ്. റെഡ് മീറ്റിനേക്കാൾ, അതായത് ബീഫ്, പോർക്ക്, അതിനേക്കാളൊക്കെ അവർ പ്രിഫർ ചെയ്യുന്നത് ഫിഷ് ആണ്. അവർക്ക് മീൻ ധാരാളം കിട്ടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടേബിളിലെ സ്റ്റാർ എപ്പോഴും ഫിഷ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിലും ഡിന്നറിലും ഒക്കെ അവർക്ക് ഫിഷ് ഉണ്ടാവും. നമ്മൾ മീനിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം റെഡ് മീറ്റിലും ബീഫിലും ഒക്കെ ദഹനത്തിന് ബുദ്ധിമുട്ടാണ്. അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്. മീനിലുള്ളത് ലീൻ പ്രോട്ടീൻ ആണ്. അതേപോലെ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡും ഉണ്ട്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ബ്രെയിനിന് നല്ലതാണ്.
നമ്മുടെ മെറ്റബോളിസം ഒക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഒരു ഫിഷ് ഓയിലിട്ട് പൊരിച്ചാലും അതിന്റെ കൂടെ ധാരാളം പച്ചക്കറികൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ബിരിയാണി എങ്ങനെയാ കഴിക്കുന്നതെന്ന് ഒന്ന് ഓർത്താൽ നമുക്ക് മനസ്സിലാവൂ അല്ലേ? എപ്പോഴും ബിരിയാണിയുടെ റൈസ് ആണ് കൂടുതൽ ഉണ്ടാവുക. അതിന്റെ സൈഡിൽ ഒരു ചിക്കൻ ഉണ്ടാവും. സാലഡ് വളരെ കുറവേ നമ്മൾ എടുക്കാറുള്ളൂ. ഇങ്ങനെ ബിരിയാണി കഴിക്കുന്നതാണ് നമ്മുടെ കാലറി കൂട്ടാൻ പ്രധാന കാരണം. അതാണ് അമിതവണ്ണം ഉണ്ടാക്കുന്നതും. അപ്പോൾ ചിക്കനും ഫിഷും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും പച്ചക്കറികൾ അതിന്റെ കൂടെ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. എന്നാലേ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി ആവുകയുള്ളൂ. ബിരിയാണി കഴിക്കുകയാണെങ്കിൽ കുറച്ച് ബിരിയാണി റൈസ് എടുക്കാം, ഒരു ചിക്കൻ പീസ് എടുക്കാം, എന്നിട്ട് ആ പ്ലേറ്റിന്റെ ഹാഫ് എങ്കിലും സാലഡ് എടുക്കുക. അത്രയും ശ്രദ്ധിച്ച് വേണം വിളമ്പാൻ. അങ്ങനെ ശ്രദ്ധിച്ച് ബാലൻസ്ഡ് ആയി കഴിച്ചാൽ ബിരിയാണി കഴിച്ചാൽ പോലും നിങ്ങൾ മെലിഞ്ഞിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, പലതരം വെജിറ്റബിൾസ് അവർ ഒരു സമയത്തെ ഭക്ഷണത്തിൽ തന്നെ ഉണ്ടാവും. നമുക്ക് എപ്പോഴും പച്ചക്കറികൾ, അതായത് കറികൾ എന്ന് പറയുന്നത് ചോറ് കൂടുതൽ കഴിക്കാനുള്ള ഒരു ഉപാധിയാ അല്ലെ? കുറച്ച് സാമ്പാർ ഉണ്ടെങ്കിൽ, കുറച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കും. പലപ്പോഴും സാമ്പാറിലെ ഈ കഷ്ണങ്ങൾ കഴിക്കാൻ നമ്മൾ മറന്നു പോവാറുണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടിലെ കാര്യമാണെങ്കിൽ പോലും പലരും കറികളാണ് എടുക്കാറ്. എന്നിട്ട് നമ്മൾ ആ കഷ്ണമുള്ള ആ പാർട്ട് ഒഴിവാക്കി കളയാ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ കാര്യം. എന്നാൽ നമുക്ക് ജപ്പാൻകാരുടെ ടേബിളിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഒരു ബൗളിൽ സാലഡ് ഉണ്ടാവും. അതുപോലെ മറ്റൊരു ബൗളിൽ ആവിൽ വേവിച്ച പച്ചക്കറികൾ ഉണ്ടാവും. മറ്റൊന്നില് ഫെർമെന്റഡ് പിക്കിൾസ്, അത് എന്ന് വെച്ചാൽ ക്യാബേജ് ഒക്കെ ഉപ്പിലിട്ടത് ഒരു 4-5 ദിവസം പുറത്ത് വെച്ചിട്ട് അത് അവർ കഴിക്കും. അതൊരു പ്രോബയോട്ടിക് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ആ വീഡിയോ കാണാം, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി മറ്റൊരു ബൗളിൽ സൂപ്പ് ഉണ്ടാവും. ഒരു നേരത്തെ ഭക്ഷണത്തിൽ തന്നെ ഈ സൂപ്പായിട്ടും സാലഡ് ആയിട്ടും പിന്നെ ഫെർമെന്റഡ് പിക്കിൾസും ആയിട്ടൊക്കെ പല രൂപത്തിൽ പച്ചക്കറികൾ ഉണ്ടാവും. ഈ പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് ധാരാളം ഫൈബേഴ്സ് കിട്ടും. ഈ ഫൈബേഴ്സ് ദഹനത്തിന് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ വയറ് ഫുള്ളായി നിൽക്കാനും അതേപോലെ കുറേ നേരം നമുക്ക് ഇതുകൊണ്ട് ഊർജം നൽകാനും അതിന് കഴിയും. അപ്പോൾ ഒരുപാട് കാലറി തന്നെ കഴിക്കാതെ വയറ് ഫുള്ളാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീസണൽ പച്ചക്കറികൾ വാങ്ങി കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഓരോ കാലത്തും ഓരോ പച്ചക്കറികളാണ് കൂടുതൽ ഉണ്ടാവുക. അത് ആ കാലത്ത് ഏറ്റവും ഫ്രഷ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുന്നത്. ഈ ജപ്പാനിലൊക്കെ സ്നാക്സ് ആയിട്ട് പോലും അവർ പച്ചക്കറികൾ വേവിച്ചത് കഴിക്കാറുണ്ട്. ഒരു സമയത്തെ ഭക്ഷണത്തിൽ തന്നെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് കൊണ്ട് അവർ മെലിഞ്ഞിരിക്കും. അടുത്തൊരു സൂപ്പർ സാധനം എന്ന് പറയുന്നത് ജപ്പാൻകാർ എപ്പോഴും കഴിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ. നമ്മളിടയ്ക്ക് മധുരമൊക്കെ ഇട്ട് പാലൊക്കെ ചേർത്ത് കഴിക്കുന്ന ചായക്ക് പകരം അവർ കഴിക്കുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഒക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഒരുപാട് കാണാൻ പറ്റൂലേ. എന്നാൽ ജപ്പാനിൽ അതിന് പകരം കൺവീനിയൻസ് സ്റ്റോറുകൾ ഉണ്ട്. എപ്പോഴും അവരിൽ ഗ്രീൻ ടീകൾ ഉണ്ടാവും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും ജപ്പാനിൽ അവർ ഗ്രീൻ ടീ എപ്പോഴും കൂടെ നൽകും. കാലറി കൂടിയ സോഫ്റ്റ് ഡ്രിങ്കിനേക്കാൾ വളരെ നല്ലതാണ് ഈ ഗ്രീൻ ടീ. കാരണം അതിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മെ പല അസുഖത്തിൽ നിന്നും തടയുന്നുണ്ട്. അതുപോലെ അത് മെറ്റബോളിസത്തെ കൂട്ടും. അത് ശരീരത്തിലെ കൊഴുപ്പിനെ കളയാൻ സഹായിക്കും. അതുപോലെ അതിൽ കാലറി ഇല്ല. അതിൽ ഷുഗറും അതേപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ ഒന്നും ചേർക്കാതെ തന്നെ ശരീരത്തിന് വളരെയധികം എനർജി നൽകുന്നുണ്ട്. സ്ഥിരമായിട്ട് ഈ ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് പല പഠനങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട്. നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്കുകള്, ഷെയ്ക്കുകള്, ജ്യൂസുകള് ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് തന്നെ ഒരു ഗ്രീൻ ടീ ഒരു മാസം എല്ലാ ദിവസവും കുടിച്ചാൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് കുറയും. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജപ്പാൻ ടെക്നിക് എന്ന് പറയുന്നത് ഹര ഹാച്ചിബു. അത് അവർ പാരമ്പര്യമായിട്ട് തുടർന്നു വരുന്ന ഒരു ഭക്ഷണ രീതിയാണ്. അതിനർത്ഥം 80% ഫുള്ളാവുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക. വയറു നിറഞ്ഞു എന്ന് തോന്നിയതിന് മുന്നേ അവർ തൃപ്തിയായ രീതിയിൽ ഭക്ഷണം നിർത്തും. അതായത് ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല, നല്ല ഉന്മേഷം തോന്നും. അതായത് വയറ് ഫുള്ളാവുന്നവരെ അത് കഴിക്കില്ല. ഡയറ്റ് ഇല്ലാതെ കലോറി കൂടുമെന്ന് പേടിക്കാതെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സിമ്പിളായ പ്രാക്ടിക്കലായ മെത്തേഡാണിത്. ഈ രീതി നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള് ഇവയൊക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായകമാണെന്ന് ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കണം. അതായത് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം, സ്പീഡിൽ ഭക്ഷണം കഴിക്കാം. നമ്മൾ വളരെ പെട്ടെന്ന് സ്പീഡിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വയറ് നിറഞ്ഞു ആ സിഗ്നൽ നമ്മുടെ ബ്രെയിനിലെത്തി തിരിച്ച് നമുക്കത് മനസ്സിലാക്കി തരാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്.
നമ്മൾ വേഗം വേഗം കഴിക്കുമ്പോൾ, പരസ്പരം സംസാരിച്ചുകൊണ്ട് കഴിക്കുമ്പോഴൊക്കെ ശരീരം കാണിച്ചു തരുന്ന ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പണ്ട് മുതലേ ആളുകൾ പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്, പതുക്കെ പതുക്കെ ചവച്ചരച്ച് കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം അളവ് കൂട്ടില്ല, അളവ് കുറഞ്ഞു തന്നെ കഴിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് ഒരു തൃപ്തിയായി എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്ത മാജിക് എന്ന് പറയുന്നത് ജപ്പാൻകാരുടെ ജീവിതത്തിലുള്ള ഒരു മാജിക് ആണ്, നടത്തം. എപ്പോഴും നമ്മൾ ജപ്പാനീസ് ടൗണുകളുടെ ഫോട്ടോ എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ആളുകൾ നടക്കുന്നവരായിരിക്കും, വാഹനങ്ങൾ കുറവാണ്. നമ്മുടെ ടൗണിന്റെ ഒരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരുപാട് സ്കൂട്ടറുകൾ ഉണ്ടാവും, ബൈക്കുകൾ ഉണ്ടാവും, കാറുകൾ ഉണ്ടാവും. നടക്കുന്ന ആളുകളുടെ എണ്ണം വിരലിൽ എണ്ണ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് എണ്ണം വളരെ കുറവായിരിക്കും. എന്നാൽ ജപ്പാൻകാർ അങ്ങനെയല്ല. അവർക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. കൂടുതൽ പേരും ഇങ്ങനെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ബസ്സും ട്രെയിനും ഒക്കെ ഉപയോഗിക്കുമ്പോഴേക്കും അതിലേക്ക് കയറാനും വരാനും ഒക്കെ അവർക്ക് നടക്കേണ്ടി വരും. നമുക്കൊരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങണമെങ്കിൽ അപ്പോഴും നടന്നു പോവേണ്ടി വരും. അങ്ങനെ ചെറിയ ചെറിയ ദൂരങ്ങൾ അവർക്ക് പലതവണ നടക്കേണ്ടി വരും. ഏകദേശം ഒരു ജപ്പാൻകാരൻ 8000 അല്ലെങ്കിൽ 10,000 സ്റ്റെപ്പൊക്കെ ഒരു ദിവസം സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ചെറിയ ചെറിയ ഡിസ്റ്റൻസ് പോലും ഒരു സ്ഥലം വരെ പോകണമെന്നുണ്ടെങ്കിൽ, ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ സ്കൂട്ടർ എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ നടത്തം ജപ്പാൻകാരുടെ മെറ്റബോളിസം ആക്റ്റീവാക്കി നിലനിർത്താനും അവരെ മെലിഞ്ഞിരിക്കാനും ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ജപ്പാൻകാരിൽ പ്രായമായവർ പോലും സൈക്കിളിൽ അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ പോകുന്നത് നടന്നിട്ടോ അല്ലെങ്കിൽ സൈക്കിളിലോ ആണ്. ഈ ചെറിയ ചെറിയ നടത്തം തന്നെ അവരുടെ വെയിറ്റ് ലോസിന്, അവരുടെ മെലിഞ്ഞിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അവരുടെ സൈക്കിളിന്റെ ഉപയോഗം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ജപ്പാനിലെ പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് ഈ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ എപ്പോഴാ സൈക്കിൾ ഉപയോഗിക്കുന്നത്? ഒന്ന് സ്പോർട്സ് ഇവന്റിനൊക്കെ വേണ്ടിയിട്ട്, സൈക്ലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എക്സസൈസിന് വേണ്ടി മാത്രം സൈക്കിൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ ജപ്പാൻകാർ അങ്ങനെയല്ല. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവർ ജോലിക്ക് പോകാനും അതേപോലെ കടയിൽ നിന്ന് സാധനം വാങ്ങാനും ഒക്കെ ഈ സൈക്കിളിലാണ് പോകുന്നത്. അവർക്ക് സൈക്കിൾ സേഫായി നിർത്തി പോകാനും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സൈക്കിൾ ഓട്ടേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും അവർ എക്സസൈസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എക്സ്ട്രാ ജിമ്മിൽ പോയി ഒരുപാട് വർക്കൗട്ട് എടുക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. എപ്പോഴും ആക്റ്റീവായിരിക്കാനും അവരുടെ മെലിഞ്ഞിരിക്കാനും ഒക്കെ ഈ ജീവിത രീതി അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കാരണം പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണമാണത്. അവരുടെ സ്കൂളിലെ ഉച്ചഭക്ഷണം. ആരോഗ്യം എങ്ങനെ പരിപാലിക്കണം എന്ന് അവർ പഠിക്കുന്നത് അവരുടെ സ്കൂളുകളിൽ നിന്ന് തന്നെയാണ്. ഓരോ സ്കൂളിലും ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും. അവരാണ് കുട്ടികൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്. നല്ല ആഹാര രീതി പഠിപ്പിക്കാൻ ജപ്പാൻ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് തന്നെ ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണത്തിൽ ചോറുണ്ടാവും, ഫിഷ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, ഒരു മീസോ സൂപ്പ് ഉണ്ടാവും, ഒരു സെർവിങ്സ് ഫ്രൂട്ട്സും ഉണ്ടാവും. കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പോഷൻ കൺട്രോൾ ചെയ്തിട്ട്, വളരെ കുറവ് ആഹാരം കഴിച്ചിട്ട് പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കണം എന്നൊക്കെ, അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി അവർ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കുന്നുണ്ട്. ജീവിതത്തിൽ ഉടനീളം അത് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് അവർ വളരെ എണ്ണ കുറച്ചിട്ടുള്ള പാചക രീതിയാണ്. ഒരുപാട് എണ്ണയിൽ വറുത്ത ഫിഷിനു പകരം അവർ ഗ്രിൽഡ് ആയിട്ടുള്ള ഫിഷാണ് കൂടുതലും കഴിക്കുന്നത്. അതുപോലെ ആവിയിൽ വേവിച്ച വെജിറ്റബിൾസ് ആണ് അവർ കൂടുതൽ കഴിക്കുന്നത്. സൂപ്പിലൊക്കെ ക്രീമിനൊക്കെ പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സോസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ KFC മയോണൈസും ഒക്കെ കഴിക്കുന്നവരാ അല്ലെ. ഓൾറെഡി ഈ ചിക്കൻ വറുത്ത് പൊരിച്ചിട്ടാണ് എടുക്കുന്നത്. അതിൽ ധാരാളം ഓയിൽ കണ്ടന്റ് ഉണ്ടാവും. പിന്നെ ഈ മയോണൈസ്, അതിൽ മുട്ടയും ഓയിലും ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. രണ്ടിലും കൊഴുപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. ബേക്ക് ചെയ്തെടുത്ത ചിക്കൻ ആകുമ്പോൾ അത്ര പ്രശ്നമില്ല. പക്ഷെ നമ്മൾ KFCയും മയോണൈസും ഒക്കെ കഴിക്കുമ്പോൾ അത്രയും കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അത് തന്നെ നമ്മളുടെ ശരീരം ഭാരം കൂടാനും ഒക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ ഇന്ന് ജപ്പാൻകാർ മെലിഞ്ഞിരിക്കുന്നു എന്നതിനുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ സ്മോൾ പോർഷൻസ്, അതായത് വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുന്നത്, അവർ വളരെ പലതരം ബോളുകളിലായിട്ട് ഭക്ഷണം ക്രമീകരിക്കുന്നത്, വിവിധ തരം പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, പിന്നെ കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുന്നത്.
അവരുടെ ജോലിയുടെ ഭാഗമായിട്ടും അല്ലാതെ ആയിട്ടൊക്കെ അവർ ഒരുപാട് നടക്കുന്നത്. ഇങ്ങനെ സ്മാർട്ടായിട്ടുള്ള പിന്നെ സ്മാർട്ടായിട്ട് പതുക്കെ പതുക്കെ ഭക്ഷണം കഴിക്കുന്നത്. ഇതെല്ലാം അവർ മെലിഞ്ഞിരിക്കാൻ കാരണമാകുന്നുണ്ട്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇതിൽ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കമന്റിൽ പറയുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ പറയുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.